പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. എബ്രായർ 13:7. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം മർത്തോമൻ പൈതൃകവും പരിശുദ്ധ ഔഗേൻ ബാവയും എന്നുള്ളതാണ്. 1964 മുതൽ 1975 വരെ 11 വർഷക്കാലം മലങ്കര സഭയുടെ 4ാം കാതോലിക്കയായിരുന്ന സഭയെ ഭാഗ്യമോടെ നയിച്ച പുണ്യപിതാവാണ് പരിശുദ്ധനായ ബെസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും മുഖമുദ്രയാക്കിയ തിരുമേനി ഉത്തമ ബോധ്യത്തോടെ കാതോലിക്കേറ്റിനെ സ്വീകരിക്കാൻ ധൈര്യം കാണിക്കുകയും കാതോലിക്കേറ്റിന്റെ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അചഞ്ചലം നിലകൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത മലങ്കര സഭയുടെ ബാർ എബ്രായ എന്ന വിളിപ്പേരിന് അർഹനായ പിതാവാണ് അദ്ദേഹം. തന്റെ അറിവിന്റെ, തന്റെ അനുഭവത്തിന്റെ, തന്റെ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ മലങ്കരയിൽ മാർത്തോമാ ശ്ലീഹയുടെ അധ്വാന ഫലമായുണ്ടായ ഈ സഭ അത് സ്വതന്ത്രമായി നിൽക്കണം. അതേ അവസരത്തിൽ മറ്റുള്ള എല്ലാ സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് അത് പരസ്യമായി പ്രസ്താവിച്ചു. കാതോലിക്കേറ്റിനെ കാവൽ ഭടൻ എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധത്തിൽ അതിനുവേണ്ടി പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ച് സഹതാതുല്യനായ, ഋഷിപര്യനായ, ഭാഷാ പണ്ഡിതനായ, സുറിയാനിൽ അഗ്രഗണ്യനായ പിതാവായിരുന്നു പരിശുദ്ധനായ ഔഗേൻ ബാവ. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു, മിതഭാഷിയായിരുന്നു, വിനയത്തിന്റെ നിറകുടമായിരുന്നു. എന്നാൽ തന്റെ വാർദ്ധക്യത്തിൽ പോലും തന്റെ അറിവുകളും കഴിവുകളും ഒക്കെ മലങ്കര സഭയുടെ ആരാധനാ സാഹിത്യം പരിപുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ആ വന്യപിതാവ് ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആണ്ടടക്കമുള്ള പ്രമ്യൂനുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ അവസാനം പുരോഹിതൻ പാടുന്ന ഹൂത്തോമോ സുറിയാനിൽ രചിച്ചിട്ട് അതിന്റെ മലയാള പരിഭാഷ നടത്തി. അതാണ് ഇന്ന് വരെ പരിശുദ്ധ സഭ ഉപയോഗിച്ചു വരുന്നത്. കൂടാതെ കഷ്ടാനുഭാഷ നമസ്കാരം, വിവിധ പെരുന്നാളുകളുടെ പെൻഗീസ നമസ്കാരം, കന്തീല ക്രമം, പട്ടംകുട ക്രമം, പള്ളി കൂദാശ ക്രമം തുടങ്ങിയ അനവധി ആരാധനാ ക്രമങ്ങൾ മലയാളത്തിലേക്ക് ഈ വന്യപിതാവ് അനേക സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ദേശീയ അന്തർദേശീയ തലത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. 1964 മാർപ്പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയും 1965 എത്യോപ്യയിൽ നടന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ സമ്മേളനവുമെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. മലങ്കരയിലേക്ക് മാർത്തോമാ ശ്ലീഹയുടെ തിരുശേഷിപ്പ് കൊണ്ടുവരുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഈ വന്യപിതാവിനാണ്. അദ്ദേഹം മലങ്കര സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ മറക്കാൻ പറ്റുന്നതല്ല. പിറോമ്പള്ളിയിൽ നിന്നും അദ്ദേഹത്തെ അടിച്ചിറക്കിയത് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാര ഒഴുകും. പൊതുവെ ശാന്തശീലനായിരുന്ന അദ്ദേഹത്തിന്റെ കാലത്താണ് 203 നമ്പർ കൽപ്പന പാത്രിയർക്കീസ് മലങ്കരയിലേക്ക് അയച്ചത്. മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ല എന്ന കുപ്രസിദ്ധമായ കൽപ്പന കേട്ട് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് തന്റെ സ്ഥാനമോ ജീവൻ തന്നെ പോയാലും മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തിന്റെ മാനത്തിനും മഹിമയ്ക്ക് കുറവരുന്നതൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല എന്ന് ഒരു ഈറ്റപ്പുലിയെ പോലെ ചീറി ധൈര്യമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലങ്കരയിൽ 1912 കാതോലിക്കേറ്റ് സ്ഥാപനത്തിനായി പരിശുദ്ധനായ അബ്ദേദ് മിശിഹ പാത്രിയർക്കീസിനെ കൊണ്ടുവരുന്നതിൽ വട്ടശ്ശേരി തിരുമേനിയുടെ കൂടെ നിന്ന് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഔഗേൻ റമ്പാച്ചനാണ്. തന്റെ പിതാവിന്റെ ഗുരുഭൂതനായിരുന്ന മുരുമറ്റത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയെ 1ാം കാതോലിക്കയായി നിരണം പള്ളിയിൽ വെച്ച് വാഴിച്ചപ്പോൾ ഔഗേൻ റമ്പാച്ചൻ ആ ചടങ്ങിൽ സസന്തോഷം പങ്കുകൊണ്ടു. സഭയുടെ സമഗ്ര പുരോഗതിക്ക് സമാധാനം അനിവാര്യമാണെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത തിരുമേനി അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തി. ആലുവ സംഭവം അതിനൊരു ഉദാഹരണമാണ്. 1958 സഭയിൽ സമാധാനമുണ്ടായി. 1964 ഔഗേൻ തിമോത്തിയോസ് തിരുമേനി യോജിച്ച സഭയുടെ കാതോലിക്കയായി എല്ലാവരാലും തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാതോലിക്ക തിരഞ്ഞെടുപ്പിൽ പരിശുദ്ധനായ ഗീവർഗീസ് സിദിയൻ ബാവ ഇങ്ങനെ പറഞ്ഞു: തിരുമേനി ഈ സ്ഥാനത്തിന് സർവദാ യോഗ്യനാണ്, വിനയം അല്പം കൂടിപ്പോയെന്ന് മാത്രം. പ്രിയമുള്ളവരെ, എത്ര വലിയ സാക്ഷി! പരിശുദ്ധനായ ഔഗേൻ ബാവയുടെ ജീവിതം എന്നും ഒഴുക്കിനെതിരെയുള്ള നീന്തലായിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും ശക്തിയേറിയ പ്രവാഹങ്ങളെയും മുറിച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ പോലെ നല്ല പോർപ്പൊരുതി ഒട്ടം മികച്ച വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം സ്വന്തമാക്കി. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു.